പോലെ ഞാൻ കാതോർക്കേ സഖി തുമഞ്ഞായി ഏകാമോ മൊഴി കോമലേ. ഹലോ എവരിവൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രീൻസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡൈൻ ലൈഫാണ്. കുറേ ദിവസമായി നമ്മളിപ്പോൾ എഡൈൻ ലൈഫൊക്കെ ചെയ്തിട്ട്, അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്കൊന്നും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് കുറേ നാളുകൾക്ക് ശേഷം ഒരു 4 days ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്ടൊക്കെ ഇടയിൽ വിട്ടിട്ടുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. സോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചിട്ട് എഡൈൻ ലൈഫിനെയാണ് നമ്മൾ പുറത്തേക്കൊന്നും വല്ലാണ്ട് പോകാറില്ല. അപ്പോൾ അപ്പോഴൊക്കെ ഉണ്ടാകുമ്പോഴേക്കും എനിക്ക് വീഡിയോസൊക്കെ സെൻഡാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വിടുള്ളൂ എന്ന് ഞാൻ ഫസ്റ്റേ പറയുന്നുണ്ട് കേട്ടോ. സോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ടത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ മഞ്ഞക്കട തപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റിക്ക് എനിക്ക് ഈ മഞ്ഞക്കട കിട്ടിയത്. സോ ഇപ്പോൾ നമ്മൾ സംഭവം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വേറെ ഒന്നുമല്ല കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്, അവൽ മിൽക്കായിരുന്നു. പിന്നെ എനിക്ക് വേഗം വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാരണം ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഉമ്മയും ബ്രദേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ നേരത്തെ രാവിലെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഹോസ്പിറ്റലും ഷോപ്പിങ്ങിനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയപ്പോൾ തന്നെ ഞാൻ കുറേ വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നട്ടുച്ചയ്ക്ക് വേഗം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ മെയിൻ ഫുഡ് അടിയാണ്. ഞാൻ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം. എന്തൊക്കെ സാമ്പാറും മീൻ പൊരിച്ചതും സമ്മന്തിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമായിട്ട് എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന ടൈമിൽ എനിക്ക് മീഷോന്നൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളതാണ്. എനിക്ക് പെട്ടെന്നാണ് കിട്ടിയിട്ടുള്ളത്. സംഭവം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. 25th കിട്ടാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ എനിക്ക് 21 22 കിട്ടിയതെന്നാണ് എൻ്റെ ഡൗട്ടിലുള്ളത്. സോ ഇപ്പോൾ വേറൊന്നുമല്ല, ഒരു ഡ്രസ്സാണ്. സോ ഇതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് കാണിക്കുന്നുണ്ടോയെന്ന് ഡൗട്ട്. സോ ഇത്ര ഡാർക്ക് കളറില്ല, കുറച്ചും കൂടി ലൈറ്റിംഗ് ആണ്. സോ ഈ ഡ്രസ്സ് ഞാൻ ഫോട്ടോയിൽ കണ്ട പോലത്തെ പെർഫെക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, എനിക്കത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ എല്ലാവരും ഓക്കെ കുഴപ്പമില്ല, ഈ കളറിന് രസമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു വെഡ്ഡിങ്ങിന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ വെഡ്ഡിങ്ങിനുള്ള അപ്പം ഇടുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സറാറ മോഡൽ ഡ്രസ്സാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ കറങ്ങാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വേറെ എവിടേക്കല്ല, ഞങ്ങൾ സാധാരണ എപ്പോഴും കാണിക്കേണ്ട ചോലക്കൊക്കെയല്ല, വേറൊരു ചോല ഉണ്ട് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടിയിൽ താഴത്തെ ചോല ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചില്ലെങ്കിൽ വിശന്ന് ചാവും. അപ്പോൾ ഞങ്ങൾ പത്തിരി, ഇത് പത്തിരിയല്ല, ഇത് പത്തിരിയുടെ വേറെ ടൈപ്പാണ്. ഇതിൻ്റെ പേര് ഞങ്ങളവിടെ ഒരു വെറൈറ്റി പേരാണ്, അത് ഞാൻ ഇപ്പോൾ പറയണില്ല. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുള്ളതെന്ന് കമൻറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ പോകണമെങ്കിൽ തോന്നുന്നു ഒരു 3:30 ടൈമിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു. ഞാൻ വല്ലാണ്ട് അടുത്ത ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല, കാരണം എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ പാറ ഇറങ്ങലാണ്. നിങ്ങളെപ്പോഴും കാണാറുണ്ടാവും, കയറാനും ഇറങ്ങാനൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ ഒരു പ്ലേസ് എത്തിയിട്ടുണ്ട്. ഒരു വലിയ നിരന്ന പ്ലേസാണ് സംഭവം. പിന്നെ ഇവിടെ മാങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് പെറുക്കാനാണ് മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം ചെറിയ മധുരമുള്ള മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് പെറുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ ചോലക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ആണ് മതിയായത് ഗൈസ്. നമ്മൾ എപ്പോഴാണ് അവിടുന്ന് സ്ലിപ്പാവുമെന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കാലിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ തന്നെ നമ്മൾ താഴത്തേക്ക് എത്തി. പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് മാങ്ങകളൊക്കെ പൊറുക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോലക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് സാധാരണ അറിയുണ്ടാവും, മഴക്കാലത്തെ വെള്ളം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാം, എന്നാലും ഓൾറെഡി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ജസ്റ്റ് കുറച്ചിങ്ങനെ തങ്ങിക്കണ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം തങ്ങിക്കണ വെള്ളം അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. പിന്നെ ഈ കിണറിൽ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഭയങ്കര കാറ്റും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് സംസാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നിറയെ മീനുകളുണ്ട് കേട്ടോ.
ഒരുപാടുണ്ടായിരുന്നു. ഞാൻ സൂം ആക്കിയിട്ട് കാണിക്കാനുണ്ടായിരുന്നു ആകെ മൂഞ്ചി ഗൈസ്. ഒന്നും കണ്ടിട്ടില്ല ആ വീഡിയോയിൽ, ഒന്നും കാണുന്നില്ലേനും. ഞാൻ വിചാരിച്ച് കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ, ബട്ട് ഒട്ടും കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇരിക്കാൻ പറ്റിയിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു, കാരണം ഭയങ്കര കുറച്ചൊക്കെ വെയിലുണ്ടായിരുന്നു, ബാങ്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് നിന്നു. തിരിച്ച് വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണക്കാട്ടതൊക്കെ വേഗം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുറേ നേരം ഉണക്കാട്ടല്ല, ബാങ്ക് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ ഞങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മെയിനായിട്ട് എപ്പോഴും നമ്മളെ വീഡിയോയുടെ മെയിൻ ഗസ്റ്റ് ഇവനായിരിക്കും കേട്ടോ. ഇവൻ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കമ്പനി, എല്ലാവരോടും ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി, എന്തെങ്കിലും കഴിക്കാണ്ട് നോക്കിയപ്പോൾ ഞാൻ തീരെ ഫ്രിഡ്ജൊന്നും തുറന്ന് നോക്കാത്ത ആളാണ് കേട്ടോ, അവിടെ വല്ലാണ്ടൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഐസ്ക്രീം കിട്ടി ഗൈസ്, കൂളടിച്ച്. ഞാൻ പിന്നെ ഫുള്ള് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നൈറ്റിക്കുള്ള സംഭവങ്ങളൊക്കെ മമ്മ എന്താ പറയുക ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ അടക്കപ്പായ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ പുതുതായിട്ടുണ്ടായതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ കറി, പയറുപ്പേരിയൊക്കെ ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ മമ്മ. അങ്ങനെ നൈറ്റായിട്ടുണ്ട്. പിന്നെയുള്ള ക്ലിപ്സൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്, ആഡാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ആഡാക്കിയതും ഞാൻ ഫുള്ള് കട്ടാക്കിയിട്ടുണ്ട്, കാരണം അത്ര ഒന്നും കൊള്ളാത്തതായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. നൈറ്റ് വേഗം ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാം, കാരണം ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഞാൻ വേഗം കിടന്നിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ കിടക്കാൻ ഭയങ്കര ലൈറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ.